ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടി വിയുടെ നല്ല മാതൃകയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വാഴക്കുളം വിശ്വതി കോളേജിലാണ്. കോതമംഗലം രൂപത മിഷൻ ലീഗ് കുടുംബം അണിയിച്ചൊരുക്കിയ 100 ദിവസത്തെ ഒരു പ്രോഗ്രാമായിരുന്ന ഹോം 100 ഡേയ്സ് ഓഫ് ലവിൻ്റെ ഫൈനൽ വേദിയിലാണ്. ഇതൊരു കുടുംബ സമ്മേളനമാണ്. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ദിവസം തന്നെ നമുക്ക് ഒരുമിച്ച് വരാൻ സാധിക്കുന്നത് വലിയ ദൈവാനുഗ്രഹമാണ്. ഈശോയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കുന്ന ഒരു സംശയവുമില്ല. അച്ഛനും അമ്മയും ഒത്തുള്ള ജീവിതം സ്വർഗമാണെന്ന് ചിന്തിച്ചുറയ്ക്കണം. നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഈ വർഷത്തെ പ്രവർത്തന വിഷയം എന്ന് പറയുന്നത് ദൈവകേന്ദ്രീകൃത കുടുംബം, ദൈവങ്ങളുടെ ഉറവിടവും ശക്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയൊരു പ്രോഗ്രാമാണ് ഈ ഒരു ഹോം എന്ന ഒരു പ്രോഗ്രാം. 125 കുടുംബങ്ങളെ 100 ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുനടക്കുകയായിരുന്നു. നമ്മൾ ഇതിനൊരു മാനദണ്ഡം വെച്ചിരുന്നത് മിഷൻ ലീഗിലെ ഒരു കുട്ടിയെങ്കിലും ഈ ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് 5 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയെങ്കിലും ഈ ഒരു കുടുംബത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും സ്വദേശത്ത് നാട്ടിലുണ്ടായിരിക്കണം. കാരണം ഇതൊരു ഫാമിലി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലിയെ മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തത്. നമ്മൾ ഏകദേശം 125 കുടുംബങ്ങളെ, ആദ്യം തന്നെ മിഷൻ ലീഗ് രൂപത കുടുംബത്തിന് 100 കുടുംബങ്ങളെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. 100 കുടുംബങ്ങൾ 100 ദിവസങ്ങൾ എന്നുള്ള ക്യാപ്ഷൻ വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പക്ഷേ ഇടവകളിൽ നിന്ന് രജിസ്ട്രേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് കുടുംബങ്ങൾ, 240-ലധികം കുടുംബങ്ങൾ നമുക്ക് രജിസ്ട്രേഷൻ വന്നു. അപ്പോൾ അതിൽ നിന്നും സോർട്ട് ചെയ്യുന്നത് പരമാവധി ചുരുക്കിയാണ് നമ്മൾ ഈ 125 കുടുംബങ്ങളിലേക്ക് എത്തിയത്. ഇവർക്ക് 100 ദിവസങ്ങളിലായിട്ട് നമ്മൾ 10 ടാസ്കുകളാണ് കൊടുത്തത്. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് വചന ഡയറി ആയിരുന്നു. അഭിവന്ദ്യ പിതാവ് ഉദ്ഘാടനം ചെയ്ത മീറ്റിങ്ങിൽ അഭിവന്ദ്യ പിതാവ് കൊടുത്ത ടാസ്ക്കാണ് വചന ഡയറി. എല്ലാ കുടുംബങ്ങളും എല്ലാ ദിവസവും ഒരു വചനം വെച്ച് എഴുതുന്നു, അത് പഠിക്കുന്നു എന്നുള്ളതായിരുന്നു വചന ഡയറിയുടെ ആശയം. അഭിവന്ദ്യ പിതാവ് പിന്നീട് കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, പിതാവും ഈ വചന ഡയറി എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. മിഷൻ ലീഗ് രൂപത കുടുംബത്തിന് ഏറ്റവും സന്തോഷമുള്ളത് രൂപതയിലെ 125 കുടുംബങ്ങൾ എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസങ്ങളിലും ഓരോ വചനം പഠിച്ചു. അത് ഓരോരുത്തരും മാറി മാറി എഴുതി പഠിച്ചു എന്നുള്ളതാണ്. ഫാമിലി മാഗസിൻ എന്നുള്ള പ്രോഗ്രാം, അവർക്ക് ഈ കുടുംബത്തിൽ ഒത്തിരി കഴിവുകളുള്ളവരുണ്ട്, ഒരുപാട് എഴുതാൻ അറിയുന്നവരും വരയ്ക്കാൻ അറിയുന്നവരുണ്ട്. അവരുടെ സ്കില്ലുകൾ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു വേദിയായിരുന്നു ഫാമിലി മാഗസിൻ. ക്രിസ്മസ് ഫ്രണ്ട് എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ ക്രിസ്മസ് മാസത്തിൻ്റെ അവസാനം ഈ 125 കുടുംബങ്ങളെ നമ്മൾ 10 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പിനും ലീഡേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ആനിമേറ്റേഴ്സ് ആയിട്ട്. അവരാണ് ഈ ഗ്രൂപ്പുകളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങൾ തമ്മിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയും രൂപതയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഈ ക്രിസ്മസ് ഫ്രണ്ടിനെ കാണാനായിട്ട്, ക്രിസ്മസിൻ്റെ സന്ദേശമായിട്ട് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര നടത്തിയത് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് 125 കുടുംബങ്ങളായിരുന്നു ഉള്ളത്. എല്ലാ കുടുംബങ്ങളിലും മിഷൻ ലീഗ് രൂപത കുടുംബത്തിന് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചു. എല്ലാ കുടുംബങ്ങളിലും അച്ഛൻ്റെ നേതൃത്വത്തിൽ, സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വീട്ടിൽ ചെല്ലുവാനും അവരെ ഓരോരുത്തരും, ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുമായിരുന്നു, അച്ഛൻ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച്, അവരുടെ ഇടവക തിരിച്ച് വിളിച്ച്, കുഞ്ഞുങ്ങളുടെയൊക്കെ പേരെടുത്ത് വിളിച്ച് അച്ഛൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അത്രയും നമുക്ക് അവരിലേക്ക് ഒരു എൻട്രി കിട്ടിയെന്നുള്ളതാണ്. ഈ ഹോം എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെന്താണെന്ന്. പക്ഷേ സത്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഈ ഹോമിന്, ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പൻ്റ് ആവാനായിട്ട് സാധിച്ചതിൽ. കാരണം ഒരു 13 കുടുംബങ്ങളെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് കിട്ടിയതിൻ്റെ വലിയ സന്തോഷമുണ്ട്. അവരെപ്പോഴും ഞങ്ങളെ വിളിക്കും, സന്തോഷിക്കും, സന്തോഷങ്ങൾ പങ്കുവയ്ക്കും. ഇങ്ങനെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ഈ ഹോം എന്ന് പറയുന്ന പ്രോഗ്രാം തുടക്കം മുതൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വരെ ആയിരിക്കുമ്പോൾ ദൈവം നയിച്ച വളരെ മനോഹരമായൊരു പ്രോഗ്രാമായിട്ട്, ദൈവം സ്വപ്നം കണ്ടൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ലീഡർ സ്ഥാനത്തേക്ക് വരാനൊക്കെ ആയിട്ട് സാധിച്ചത്. ഒരു 13 ഫാമിലീസ് നമ്മുടെ കൂടെ ഒരു 100 ദിവസങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ആയിരിക്കാനും അവരുമായിട്ട് സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനും ചെറിയ പ്രാർത്ഥനാവശ്യങ്ങളൊക്കെ അവർ നമ്മളോട് ആവശ്യപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ കുടുംബങ്ങളുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് കഴിഞ്ഞ ഒരു ദൈവം നയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. പിന്നെ കൂടാതെ തന്നെ എനിക്ക് കുറച്ച് കുടുംബങ്ങളിലൂടെ പോകാനൊക്കെ ആയിട്ട് പറ്റും. രൂപതയുടെ ടീമിൻ്റെ കൂടെ തന്നെ കുറച്ച് കുടുംബങ്ങളിലൂടെ പോകാനായിട്ട് സാധിച്ചു. അതും വളരെ വ്യത്യസ്തതയായിരുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
100 ദിവസം നീണ്ടു നിന്ന ഒരു അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു ഹോം 100 ഡേയ്സ് ഓഫ് ലവ്. കോതമംഗലം രൂപതയിലെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തൻ ഉണർവ് നൽകിയ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ചെറുപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം രൂപത ഒരുക്കിയ ഈ ഹോം 100 ഡേയ്സ് ഓഫ് ലവ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. കാരണം എത്രയോ ടാസ്കുകൾ, എത്രയോ ആത്മീയ മുന്നേറ്റം നിറഞ്ഞ ഓരോ നാഴികകളും പിന്നിടുമ്പോഴും വലിയ കുടുംബങ്ങൾക്ക് വലിയ സന്തോഷവും ഒരു കൂട്ടായ്മയും പകർന്ന ഒരു വലിയ സംഭവം തന്നെയായിരുന്നു ഹോം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതെ, നാം സ്ഥിരം കേൾക്കാറുണ്ടെങ്കിലും ഈ ഇമ്പമാകുന്ന കുടുംബത്തെ ഒരുമിച്ച് ചേർക്കാൻ ഈ വേഗതയുടെ തിരക്കേറിയ ലോകത്ത് അല്പം സമയം കണ്ടെത്തി ഒരുമിച്ചിരിക്കാൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കോതമംഗലം രൂപതയുടെ ഈ ഹോം പ്രോഗ്രാം ആയിരുന്നു. തിരക്കുകളുടെ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകാമായിരുന്ന ഓരോ നിമിഷങ്ങളിലും ഒറ്റയ്ക്കാകാതെ ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഈ രൂപതയിലെ മറ്റു കുടുംബങ്ങളോട് ഞങ്ങളെ ചേർത്തിണക്കിയത് ഈ ഹോം പ്രോഗ്രാം ആയിരുന്നു. ഓരോ ദിവസവും പിന്നിട്ടപ്പോൾ തിരുവചന ശക്തിയിൽ വചന ഡയറിയിലൂടെ മുന്നേറിയപ്പോൾ വ്യത്യസ്തമായ 10 ടാസ്കുകളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഹോം എന്ന് പറയുന്ന രൂപതാ കുടുംബത്തിൻ്റെ വലിയൊരു ശക്തിയുടെ ഭാഗമാണെന്ന്. അതുപോലെ തന്നെ 10 ടാസ്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കൊട്ടും ബുദ്ധിമുട്ട് നൽകാതെ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെക്കൊണ്ട് ആ ടാസ്ക് അവർ ചെയ്യിപ്പിക്കുകയായിരുന്നു. അവർ നമ്മുടെ വീടുകൾ സന്ദർശിച്ചു. അപ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യമാണ് രൂപതയിൽ നിന്ന് ഒരു ടീം നമ്മുടെ വീട്ടിലെത്തുക. അതുപോലെ തന്നെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങളെ നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് നമുക്ക് കിട്ടി. അവരുമായിട്ട് ഇടപെടുക, ഒരു പുതിയ കുടുംബ ബന്ധം കൂടി സ്ഥാപിക്കുക. അതുപോലെ നമ്മുടെ ഹോമിൻ്റെ വേറൊരു ടാസ്ക്കായിരുന്നു ഒരു കയ്യെഴുത്ത് മാസിക. അപ്പോൾ അതിൽ ഇപ്പോൾ വീട്ടിൽ അമ്മച്ചിയൊക്കെ ഉണ്ട്. അമ്മച്ചി വരെ ആ ഒരു കയ്യെഴുത്ത് മാസികയുടെ ഭാഗമായെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികൾ മാത്രമല്ല, എല്ലാവരുടെയും സജീവ സാന്നിധ്യം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ആകാൻ കഴിഞ്ഞതിൽ.